എവ്രിവൺ വെൽക്കം ടു മൈ ക്ലാസ്സസ്. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ടീച്ചിങ് സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിനെ പറ്റിയാണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ എന്താണ് ടീച്ചിങ് സപ്പോർട്ട് സിസ്റ്റം? ടീച്ചിങ് ആൻഡ് ലേണിംഗ് പ്രോസസ്സിനെ കുറച്ചും കൂടി ഇഫക്റ്റീവും അതുപോലെ ലോങ് ലാസ്റ്റിംഗും ആക്കുന്നതിന് വേണ്ടിയിട്ട് ടീച്ചേഴ്സ് യൂസ് ചെയ്യുന്ന സെറ്റ് ഓഫ് എലമെന്റ്സ് അല്ലെങ്കിൽ സെറ്റ് ഓഫ് റിസോഴ്സസിനെയാണ് ടീച്ചിങ് സപ്പോർട്ടിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ സ്കൂളിൽ അല്ലെങ്കിൽ കോളേജിലൊക്കെ പഠിക്കുന്ന ടൈമിൽ ടീച്ചേഴ്സ് ഇപ്പോൾ മാത്സ് ക്ലാസ് ഒക്കെയാണെന്ന് വിചാരിക്കുക. അപ്പോൾ മാത്സ് എടുക്കുന്ന ടൈമിൽ ടീച്ചേഴ്സ് എന്ത് ചെയ്യും? പ്രോബ്ലംസ് ഒക്കെ ബോർഡിൽ ചെയ്യും അല്ലേ? അതുപോലെ ഇപ്പോൾ ചാർട്ട് ഗ്രാഫ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവരത് ബോർഡിൽ വരച്ച് കാണിച്ചു തരും. ഇനിയിപ്പോൾ ജിയോഗ്രഫി ക്ലാസ് ഒക്കെ ആണെങ്കിൽ ടീച്ചേഴ്സ് ഗ്ലോബ് മാപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? അവർ പഠിപ്പിക്കുന്ന ആ പെർട്ടിക്കുലർ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് സ്റ്റുഡൻസിന് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ? പിന്നെ അതുപോലെ തന്നെ ഇത് ടീച്ചേഴ്സ് യൂസ് ചെയ്യുന്നത് വഴി ഇപ്പോൾ നമുക്കറിയാം ചില ക്ലാസ്സുകളിൽ എന്നൊക്കെ പറയുന്നത് കുറച്ച് ചിലപ്പോൾ ബോറിംഗ് ഒക്കെ ആയിരിക്കും. അപ്പോൾ തിയറി ക്ലാസ് ഒക്കെ അല്ലേ? അപ്പോൾ നമ്മളിങ്ങനെ ടീച്ചേഴ്സ് ഇങ്ങനെ ടീച്ചിങ് എയ്ഡ്സ് ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയി മാറും. നമുക്ക് കുറച്ചുകൂടി കേട്ടിരിക്കാനും കണ്ടിരിക്കാനൊക്കെ തോന്നില്ലേ? അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? ടീച്ചിങ് സപ്പോർട്ടിംഗ് സിസ്റ്റം യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ടീച്ചിങ് എയ്ഡ്സ് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ഇനി നമുക്ക് ഈ ടീച്ചിങ് സപ്പോർട്ടിംഗ് സിസ്റ്റത്തിന് രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി സാധിക്കുക. ട്രഡീഷണൽ ടീച്ചിങ് സപ്പോർട്ടിംഗ് സിസ്റ്റം ഉണ്ട്, അതുപോലെ തന്നെ മോഡേൺ ടീച്ചിങ് സപ്പോർട്ട് സിസ്റ്റം ഉണ്ട്. ഇതിന് മെയിൻ ആയിട്ട് ഈ ഒരു ക്ലാസിഫിക്കേഷൻ വരുത്തുന്ന എലമെന്റ് എന്ന് പറയുന്നത് ICTയുടെ യൂസ് ആണ്. ICT എന്ന് പറയുമ്പോൾ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. ഓക്കെ, അപ്പോൾ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി എലമെന്റ്സ് യൂസ് ചെയ്യാത്ത ആ ടീച്ചിങ് സപ്പോർട്ടിംഗ് സിസ്റ്റത്തിനാണ് നമ്മൾ ട്രഡീഷണൽ ടീച്ചിങ് സപ്പോർട്ടിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പണ്ടത്തെ കാലത്ത് ടീച്ചേഴ്സ് യൂസ് ചെയ്തിരുന്നത് അതായത് പേപ്പേഴ്സ്, ചാർട്ട് ഷീറ്റ്, തെർമോകോൾ ഷീറ്റ്, കാർഡ് ബോർഡ്, ചോക്ക്, ബ്ലാക്ക് ബോർഡ്, പപ്പറ്റ്, ടെക്സ്റ്റ് ബുക്ക്, പ്ലേസ്, ഡ്രാമ, സ്റ്റോറി ടെല്ലിംഗ്, പസിൽസ്, ഫ്ലാഷ് കാർഡ്സ് എക്സെട്ര. അപ്പൊ ഇതിലൊന്നും നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നില്ല? ICT ടൂൾസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല അല്ലെ? അപ്പൊ ഇങ്ങനെയുള്ള ടീച്ചിങ് സപ്പോർട്ടിംഗ് സിസ്റ്റത്തിനെ നമ്മൾ ട്രഡീഷണൽ ടീച്ചിങ് സപ്പോർട്ടിംഗ് സിസ്റ്റം എന്നാണ് വിളിക്കുന്നത്. ഇനി മോഡേൺ ടീച്ചിങ് സപ്പോർട്ടിംഗ് സിസ്റ്റം എന്ന് പറയുമ്പോൾ എന്താണ്? ICT ടൂൾസ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ എക്സാമ്പിൾസ് പറയുക വൈറ്റ് ബോർഡ്, പ്രൊജക്ടർ, റേഡിയോ ബ്രോഡ്കാസ്റ്റ്, സ്ലൈഡ്സ്, TV ചാനൽ, ലൈവ് സെഷൻസ്, ബുക്ക്, സ്മാർട്ട് ബോർഡ്സ് എക്സെട്ര. അപ്പോൾ ഇതൊക്കെയാണ് മോഡേൺ ടീച്ചിങ് സപ്പോർട്ടിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ടീച്ചിങ് എയ്ഡ്സിനെ മറ്റൊരു രീതിയിലും കൂടി ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി സാധിക്കും. അതാണ് ഓഡിയോ എയ്ഡ്സ്, വിഷ്വൽ എയ്ഡ്സ്, 3 ഡയമെൻഷണൽ എയ്ഡ്സ്, ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് ആൻഡ് ആക്ടിവിറ്റി എയ്ഡ്സ് എന്ന് പറയുന്നത്. നമുക്ക് ഇത് എന്താണെന്ന് ഓരോന്നൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ഇതിൽ ഫസ്റ്റ് വൺ ആണ് ഓഡിയോ എയ്ഡ്സ് എന്ന് പറയുന്നത്. ഓഡിയോ എയ്ഡ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഓഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള ടീച്ചിങ് എയ്ഡ്സ് ആണ് അല്ലെ? അപ്പൊ ഇവിടെ ടീച്ചേഴ്സ് ഓഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള ടൂൾസ് ആണ് യൂസ് ചെയ്യുന്നത്. അതായത് ഇവിടെ സ്റ്റുഡൻസ് സെൻസ് ഓഫ് ഹിയറിംഗ് വഴിയാണ് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത്? മനസ്സിലാക്കുന്നതും ലേൺ ചെയ്യുകയും ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതിനു വേണ്ടി ടീച്ചേഴ്സ് അല്ലെങ്കിൽ ക്ലാസ് എടുക്കാനൊക്കെ വേണ്ടിയിട്ട് ടീച്ചേഴ്സ് യൂസ് ചെയ്യുന്ന ഓഡിയോ എയ്ഡ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കി നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് റേഡിയോ ആണ്. അപ്പൊ റേഡിയോ എങ്ങനെ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുക? റേഡിയോ എന്ന് പറയുന്നത് ഇപ്പോൾ വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ അവരെന്ത് ചെയ്യുക വെച്ചാൽ റേഡിയോ വഴി ക്ലാസ്സുകളൊക്കെ എന്ത് ചെയ്യും? സ്ട്രീം ചെയ്യും. അതുപോലെ ലൈവ് എന്താ പറയുക, സ്ട്രീമിംഗ് ഓഫ് ഡിസ്കഷൻസ് ഉണ്ടായിരിക്കും, എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ് ഉണ്ടായിരിക്കും. അതൊക്കെ റേഡിയോ വഴി എന്ത് ചെയ്യും? സ്ട്രീം ചെയ്യും. അപ്പൊ ഇതോടുള്ള ഒരു ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒരു ഹയർ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഈ റേഡിയോ യൂസ് ചെയ്യുന്നതിലൂടെ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം അവൈലബിലിറ്റി ഇൻ റിമോട്ട് ഏരിയാസിലൊക്കെ ഈ കണ്ടന്റ്സ് എത്താൻ വേണ്ടിയിട്ട്, എഡ്യൂക്കേഷണൽ കണ്ടന്റ്സ് ഒക്കെ എത്തിക്കാൻ വേണ്ടിയിട്ട് റേഡിയോ ഹെൽപ്പ് ചെയ്യും അല്ലെ? അപ്പൊ ഇതൊരു ഓഡിയോ എയ്ഡിന് എക്സാമ്പിൾ ആണ്. ഇനി നെക്സ്റ്റ് വൺ പറയുക റെക്കോർഡർ ഒക്കെ മുന്നത്തെ കാലങ്ങളിൽ യൂസ് ചെയ്തിരുന്നതാണ്. അത് റെക്കോർഡർ വഴി എങ്ങനെയാ റെക്കോർഡ് ചെയ്തിട്ട് സ്റ്റുഡൻസിന് കൊടുക്കാൻ വേണ്ടി സാധിക്കും അല്ലെ? അപ്പോൾ അതാകുമ്പോൾ സ്റ്റുഡൻസിന് എന്ത് ചെയ്യാം? റിപ്പീറ്റ് ചെയ്ത് കേൾക്കാനൊക്കെ സാധിക്കും. ഇപ്പോൾ നമ്മൾ റെക്കോർഡറിന് പകരം നമ്മൾ മൊബൈൽ ഫോൺസ് ഒക്കെയാണ് യൂസ് ചെയ്യുക. മൊബൈൽ ഫോണിൽ റെക്കോർഡിംഗ് ഉണ്ടല്ലോ. അപ്പോൾ ടീച്ചേഴ്സ് ഇപ്പോൾ നമുക്ക് ഡൗട്ട് ഒക്കെ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അവരെന്ത് ചെയ്യും? ടീച്ചേഴ്സ് റെക്കോർഡ് ചെയ്തിട്ടൊക്കെ അയച്ചു കൊടുക്കില്ലേ? അപ്പോൾ അത് സ്റ്റുഡൻസിന് റിപ്പീറ്റ് ചെയ്ത് കേൾക്കാൻ സാധിക്കും. അതുപോലെ സേവ് ചെയ്യാനും എന്താ പറയുക, ഫോർവേഡ് ചെയ്യാനൊക്കെ സാധിക്കും അല്ലെ? ഷെയർ ചെയ്യാനൊക്കെ സാധിക്കും. അപ്പോൾ ഇതാണ് റെക്കോർഡേഴ്സ് എന്ന് പറയുന്നത്. ഇത് മറ്റൊരു ഓഡിയോ എയ്ഡ് ആണ്. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുകയാണെങ്കിൽ പോഡ്കാസ്റ്റ് ആണ്. പോഡ്കാസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ റേഡിയോ പോലെ തന്നെ യൂസ് ചെയ്യുന്ന ഒന്നാണ് പോഡ്കാസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരുപാട് IIT ഒക്കെ പോലെയുള്ള ഒരുപാട് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പോഡ്കാസ്റ്റിംഗ് യൂസ് ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് ഇന്റർനെറ്റ് റേഡിയോ എന്ന് പറയാൻ സാധിക്കും. കാരണം എന്താ വെച്ചാൽ റേഡിയോ പോലെ തന്നെയാണ്, പക്ഷെ ഒരു ഡിഫറൻസ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വിച്ച് ഇസ് അവൈലബിൾ ഓവർ ദ ഇന്റർനെറ്റ് ആണ്. ഓക്കെ, പോഡ്കാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് ഒരുപാട് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഈ പോഡ്കാസ്റ്റിംഗ് യൂസ് ചെയ്യുന്നുണ്ട് സ്റ്റുഡൻസിലേക്ക് എഡ്യൂക്കേഷണൽ കണ്ടന്റ്സ് എത്തിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഓഡിയോ എയ്ഡ്സിന് എക്സാമ്പിൾസ് ആണ് ടെലിഫോൺ, മൊബൈൽ ഫോൺ. നമ്മൾ പറഞ്ഞു ടെലിഫോണും മൊബൈൽ ഫോൺ നമ്മൾ പറഞ്ഞില്ലേ റെക്കോർഡിങ്ങിന് വേണ്ടിയിട്ടാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഓഡിയോ CD. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഓഡിയോ എയ്ഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഓഡിയോ എയ്ഡ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ സ്റ്റുഡൻസിനെ കേട്ടുകൊണ്ട് അവർ കേൾക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സെൻസ് ഓഫ് ഹിയറിംഗ് വഴിയാണ് അവർ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതും പഠിക്കുന്നതും ലേൺ ചെയ്യുന്നതും ഒക്കെ. ഓക്കെ, അപ്പൊ ഇതാണ് ഓഡിയോ എയ്ഡ്സ് എന്ന് പറയുന്നത്.
റേഡിയോ, റെക്കോർഡർ, പോഡ്കാസ്റ്റ്, ടെലിഫോൺ ഓർ മൊബൈൽ ഫോൺ ആൻഡ് ഓഡിയോ CD. ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് വിഷ്വൽ എയ്ഡ്സ് ആണ്. വിഷ്വൽ എയ്ഡ്സ് എന്ന് പറയുമ്പോൾ എന്താ, ഇവിടെ സ്റ്റുഡൻസ് എന്താ ചെയ്യുന്നത്, ഇവിടെ കണ്ടുകൊണ്ടാണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, കാര്യങ്ങൾ മനസ്സിലാക്കുന്നതും ലേൺ ചെയ്യുന്നതും കണ്ടുകൊണ്ടാണ്. അപ്പോൾ ഇതിനാണ് വിഷ്വൽ എയ്ഡ്സ് എന്ന് പറയുക. ഇപ്പോൾ ഫസ്റ്റ് എക്സാമ്പിൾ സ്ലൈഡ് തന്നെയാണ്. അപ്പോൾ നമുക്കറിയാം ഈ ഒരു വീഡിയോയിൽ ഇപ്പോൾ സ്ലൈഡ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ കണ്ടുകൊണ്ടാണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. പിന്നെ അതുപോലെ നെക്സ്റ്റ് ഒരു ഇതാണ് ചാർട്ട് ആൻഡ് ഗ്രാഫ് എന്ന് പറയുന്നത്. നമുക്ക് ടീച്ചേഴ്സ് ഒക്കെ യൂസ് ചെയ്യാറുള്ളത് തന്നെയാണ് ക്ലാസ്സുകളിൽ. അതുപോലെ ഫ്ലിപ്പ് ചാർട്ട് എന്ന് പറയുമ്പോൾ എന്താ വെച്ചാൽ ഒരു കൂട്ടം ചാർട്ട് ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ഫസ്റ്റ് ചാർട്ട് ഇത് ഓൾറെഡി ടീച്ചേഴ്സ് പ്രിപ്പയർ ചെയ്തിട്ടാവും കൊടുത്തിട്ടുണ്ടായിരിക്കുക. അപ്പോൾ ഒരു ചാർട്ടിൽ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത ശേഷം അത് ഫ്ലിപ്പ് ചെയ്യും, മറച്ചിട്ട്. അപ്പോൾ അതിനടിയിൽ വേറൊരു ചാർട്ട് ഉണ്ടായിരിക്കും. നെക്സ്റ്റ് അതിലെ കണ്ടന്റ്സ് അവർ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ, ഒരു സീക്വൻഷ്യൽ ഓർഡറിലുള്ള കണ്ടന്റ്സ് ആണെങ്കിൽ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും, ടീച്ചേഴ്സിനെ യൂസ് ചെയ്യാം. അതുപോലെ നെക്സ്റ്റ് ഒരു വിഷ്വൽ എയ്ഡ് ആണ് ഫ്ലാഷ് കാർഡ് എന്ന് പറയുന്നത്. ചെറിയ ക്ലാസ്സിലെ സ്റ്റുഡൻസിനൊക്കെ പഠിപ്പിക്കാൻ വേണ്ടി ഫ്ലാഷ് കാർഡ്സ് യൂസ് ചെയ്യാറുണ്ട്. ആ ഒരു കാർഡിന് രണ്ട് സൈഡിലും കണ്ടന്റ് ഉണ്ടായിരിക്കും. ഒരു സൈഡിൽ പിക്ചർ, ഒരു സൈഡിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ട്സ് അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും. നമുക്കറിയാം ചില ക്യൂസ് കോമ്പറ്റീഷൻസിനൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഒരു സൈഡിൽ ക്വസ്റ്റ്യൻ, ബാക്ക് സൈഡിൽ ആൻസർ, അങ്ങനെയൊക്കെ ഫ്ലാഷ് കാർഡ്സ് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ അടുത്തൊരു വിഷ്വൽ എയ്ഡ് ആണ് മൈൻഡ് മാപ്പ് എന്ന് പറയുന്നത്. ഇപ്പം നമുക്ക് ഒരു 4-5 പേജുള്ള ഒരു പെർട്ടിക്കുലർ കോൺസെപ്റ്റിനെ പറ്റിയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ അങ്ങനെ കൊടുത്തിരിക്കാൻ വിചാരിക്കും. അതും അത് റിലേറ്റഡ് ആയിട്ടുള്ള പോയിന്റ്സ് നമുക്ക് അതിനെ ചുരുക്കിയിട്ട് ഒരു മൈൻഡ് മാപ്പ് ആക്കിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ കണ്ടന്റ് നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു മൈൻഡ് മാപ്പ് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അല്ലെ. റിവിഷനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് മൈൻഡ് മാപ്പ് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ മൈൻഡ് മാപ്പ് എന്താന്നുള്ളത് ഞാനൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കണ്ടു നോക്കിയോ കേട്ടോ. അപ്പോൾ ഇനി അടുത്തത് ഒരു വിഷ്വൽ എയ്ഡ് ആണ് മാപ്പ് എന്ന് പറയുന്നത്. നമുക്കറിയാം നമ്മൾ ജിയോഗ്രഫി ക്ലാസ്സിലൊക്കെ മാപ്പ് യൂസ് ചെയ്യാറുള്ളതാണ്. പിന്നെ അടുത്തൊരു വിഷ്വൽ എയ്ഡ് ആണ് പോസ്റ്റേഴ്സ് ആൻഡ് പിക്ചേഴ്സ്. ചെറിയ ക്ലാസ് മുതൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് പോസ്റ്റേഴ്സ് എല്ലാം. പിന്നെ നെക്സ്റ്റ് വൺ ആണ് ഡയഗ്രാം എന്ന് പറയുന്നത്. സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്ട്സിലൊക്കെ ഡയഗ്രാം ടീച്ചേഴ്സ് യൂസ് ചെയ്യാറുണ്ട് ഒരു വിഷ്വൽ എയ്ഡ് ആയിട്ട്. അതുപോലെ നെക്സ്റ്റ് വൺ ആണ് ഡിസ്പ്ലേ ബോർഡ്, ബ്ലാക്ക് ബോർഡ്, വൈറ്റ് ബോർഡ്. നമുക്ക് അറിയാം അല്ലെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണ്ടന്റും ഒക്കെ എഴുതാനൊക്കെ വേണ്ടിയിട്ടാണ് ഇതെല്ലാം യൂസ് ചെയ്യുന്നത്. ഇതെല്ലാം വിഷ്വൽ എയ്ഡ്സിന് എക്സാമ്പിൾ ആണ്. ഇനി നെക്സ്റ്റ് വൺ ആണ് പെഗ് ബോർഡ് എന്ന് പറയുന്നത്. പെഗ് ബോർഡ് എന്ന് പറയുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് എന്താ പറയുക, പ്രിന്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇങ്ങനെ പിൻ ചെയ്ത് വെക്കാൻ വേണ്ടി സാധിക്കും പെഗ് ബോർഡിൽ. ഓക്കെ, അതുപോലെ തന്നെ നെക്സ്റ്റ് വൺ ആണ് മാഗ്നറ്റിക് ബോർഡ് എന്ന് പറയുന്നത്. മാഗ്നറ്റിക് ബോർഡ് എന്ന് പറയുമ്പോൾ ആ ബോർഡ് എന്ന് പറയുന്നത് അയൺ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതായിരിക്കും. അതുപോലെ ഈ ഒരു ഇതിൽ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇതിന്റെ പുറകിൽ ഒരു മാഗ്നറ്റിക് ആയിട്ടുള്ള ഒരു കണ്ടന്റ് ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് അത് ഫിക്സ് ആയിരിക്കും. നമ്മളിപ്പോൾ ഈ ഫ്രിഡ്ജിന്റെ മുകളിലൊക്കെ വെക്കുന്ന ഫ്രിഡ്ജ് മാഗ്നറ്റ് ഒക്കെ ഇല്ലേ, അതുപോലെയാണ്. പിന്നെ നെക്സ്റ്റ് വൺ ആണ് ബുള്ളറ്റിൻ ബോർഡ് എന്ന് പറയുന്നത്. അതെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളത്, നമുക്ക് അറിയുന്നത് തന്നെയാണ് വിഷ്വൽ എയ്ഡ്സ് എന്ന് പറയുന്നത്. ഇനി ഫ്ലാനൽ ബോർഡ് ഉണ്ട്. ഫ്ലാനൽ ബോർഡ് എന്ന് പറയുമ്പോൾ അത് അങ്ങനത്തെ ഒരു മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഫ്ലാനൽ എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അത്രയേ ഉള്ളൂ ഡിഫറൻസ്. സാധാ നമ്മുടെ എന്താ പറയുക, നമ്മൾ നേരത്തെ പറഞ്ഞ ബുള്ളറ്റിൻ ബോർഡൊക്കെ പോലെ തന്നെയാണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രൊജക്ടേഴ്സ് ആണ്. നമുക്കറിയാം ഇപ്പോൾ ഈ PPT ഒക്കെ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ടീച്ചേഴ്സ് അത് പ്രൊജക്ടേഴ്സ് വെച്ചിട്ടാണ് ക്ലാസ്സിൽ എന്ത് ചെയ്യുക, ഷോ ചെയ്യുക അല്ലെ. അപ്പോൾ പ്രൊജക്ടേഴ്സ് ഒക്കെ ഇപ്പോൾ കൂടുതലും ഒരുവിധം എല്ലാ സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് വൺ ആണ് സമ്മറി കാർഡ്സ് എന്ന് പറയുന്നത്. സമ്മറി കാർഡ്സ് എന്ന് പറയുമ്പോൾ ഒരു പെർട്ടിക്കുലർ ഒരു കോൺസെപ്റ്റ് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ പോയിന്റ്സും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു കാർഡാണ്. ഇത് നമുക്ക് റിവിഷൻ പർപ്പസസിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ, ഇപ്പൊ നമുക്ക് എക്സാമ്പിൾ പറയാ, ഇപ്പൊ പ്ലാനിങ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ആ ഒരു പേജിൽ പ്ലാനിങ് ഉണ്ടായിരിക്കും. പ്ലാനിങ്ങിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഫംഗ്ഷൻസ്, ഫീച്ചേഴ്സ്, അങ്ങനെ മെറിറ്റ്സ്, ഡിമെറിറ്റ്സ് എന്ന് പറഞ്ഞാൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കണ്ടന്റ്സും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സും ആ ഒരു ഒറ്റ പേജിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കും ആ ഒരു കാർഡിൽ. ഓക്കെ, അപ്പോൾ ഇത് സമ്മറി കാർഡ്സ് നമുക്ക് പറയാം. ഇത് നമ്മൾ റിവിഷൻ പർപ്പസസിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും സ്റ്റുഡൻസിന്. അപ്പൊ ഇതൊക്കെയാണ് വിഷ്വൽ എയ്ഡ്സ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നത് 3-dimensional എയ്ഡ്സ് ആണ്. 3-dimensional എയ്ഡ്സ് എന്ന് പറയുമ്പോൾ ഇപ്പൊ നേരിട്ട് ഇത് നമ്മൾ ചെറിയ ക്ലാസ്സിലെ കുട്ടികൾക്കൊക്കെ വേണ്ടി കൂടുതൽ യൂസ് ചെയ്യാൻ വേണ്ടി നമുക്ക് സാധിക്കും. അതായത് നേരിട്ട് കാണിച്ചു കൊടുക്കാൻ സാധിക്കാത്ത കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, 3-dimensional ആയിട്ടുള്ള എയ്ഡ്സ് യൂസ് ചെയ്തിട്ട് കാണിച്ചു കൊടുക്കാം. അപ്പൊ ഇതിന് എക്സാമ്പിൾ നമുക്ക് പറയാൻ സാധിക്കാം മോഡൽസ് ഉണ്ട്, പപ്പറ്റ്സ് ഉണ്ട്, ഗ്ലോബ്, സ്പെസിമെൻ, സാമ്പിൾ, ഡയോറാമ. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് 3-dimensional എയ്ഡ്സിന് എക്സാമ്പിൾസ് ആയിട്ടുള്ളത്. നെക്സ്റ്റ് പറയുന്ന ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് ആണ്. ഇവിടെ ഓഡിയോ ആൻഡ് വിഷ്വൽ കണ്ടന്റ്സ് രണ്ടും യൂസ് ചെയ്യുന്നുണ്ട് ലേണിംഗ് പർപ്പസിന് വേണ്ടിയിട്ട്. ഇപ്പൊ ഇതിന് എക്സാമ്പിൾ പറയുക ഫിലിം, പപ്പറ്റ്, കാർട്ടൂൺ, ഡ്രാമ ഓർ പ്ലേ, ടെലിവിഷൻ ചാനൽ, ഓൺലൈൻ വീഡിയോസ് എക്സെട്ര. ഇപ്പൊ നമുക്കറിയാമല്ലോ ഒരു സ്റ്റോറി ഒക്കെ നമ്മൾ ഇങ്ങനെ ഇപ്പോൾ എക്സാമ്പിൾ പറയുക ആടുജീവിതം ഒക്കെ ഇങ്ങനെ കഥയായിട്ട് സ്റ്റുഡൻസിന് പറഞ്ഞു കൊടുക്കുന്ന ആ ഒരു ഇതിനേക്കാളും ഒരു സിനിമ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർക്കത് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ വേണ്ടി പറ്റും അല്ലെ. അപ്പോൾ ഫിലിം എന്നൊക്കെ ഉള്ളത് നല്ലൊരു ടീച്ചിങ് എയ്ഡായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ ടെലിവിഷൻ ചാനലിന് നമുക്കൊരു എക്സാമ്പിൾ പറയാവുന്നതാണ് സ്വയംപ്രഭ എന്ന് പറയുന്നത്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ 40 DTH ചാനൽസ് അവൈലബിൾ ആണ് സ്വയംപ്രഭയിൽ. അപ്പോൾ ഇതെല്ലാം ഓഡിയോ വിഷ്വൽ എയ്ഡ്സിന് എക്സാമ്പിൾ ആണ്.
ഇത് കുറച്ചും കൂടി കുട്ടികളിലേക്ക് കാര്യങ്ങൾ പെട്ടെന്ന് എത്തിക്കാൻ വേണ്ടിയിട്ട് ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് അതായത് ഇവിടെ എന്തുണ്ട്, നമ്മൾ ഹിയറിംഗും യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ അവർ കാണും ചെയ്യുന്നുണ്ട്, കേൾക്കും ചെയ്യുന്നുണ്ട്, അങ്ങനെയല്ലേ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പൊ അത് പെട്ടെന്ന് എന്തിന് സഹായിക്കും, കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. അതാണ് ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വൺ ആണ് ആക്ടിവിറ്റി എയ്ഡ്സ് എന്ന് പറയുന്നത്. ആക്ടിവിറ്റി എയ്ഡ്സ് എന്ന് പറയുമ്പോൾ എന്താ വെച്ചാൽ ഇവിടെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് മനസ്സിലാക്കുന്നത്. ഓക്കെ, ലേണിംഗ് നടക്കുന്നത് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ കാണുകയും കേൾക്കുകയും ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നമ്മളൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് ഓർമ്മയിലിരിക്കും അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു എയ്ഡ് എന്നുള്ളത് വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടീച്ചിങ് എയ്ഡ് ആണ്. ഇതിൽ നമുക്ക് എക്സാമ്പിൾ പറയാൻ സാധിക്കുന്ന ഫീൽഡ് ട്രിപ്പ്, എക്സ്പെരിമെന്റേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇപ്പൊ നമ്മൾ സയൻസ് ഒക്കെ അല്ലെ ലാബിൽ പോയിട്ട് എക്സ്പെരിമെന്റ് ചെയ്ത് കാണിച്ചു കൊടുക്കും. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ആക്ടിവിറ്റി എയ്ഡ്സിന് എക്സാമ്പിൾ ആയിട്ട് പറയാൻ സാധിക്കാം. ഇനി നമ്മൾ നെക്സ്റ്റ് പറയുന്നത് ബെനിഫിറ്റ്സ് ഓഫ് യൂസിങ് സപ്പോർട്ട് സിസ്റ്റം ഓർ ടീച്ചിങ് എയ്ഡ്സിനെ പറ്റിയിട്ടാണ്. എന്തൊക്കെയാണ് ടീച്ചിങ് എയ്ഡ്സ് യൂസ് ചെയ്യുന്നതിനുള്ള ഗുണങ്ങൾ നോക്കി നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താ വെച്ചാൽ നമുക്കറിയാം ടീച്ചിങ് എയ്ഡ്സ് യൂസ് ചെയ്തിട്ടാണ് ക്ലാസ് എടുക്കുന്നതെങ്കിൽ ആ ഒരു കോൺസെപ്റ്റ് കുറേ കാലത്തേക്ക് സ്റ്റുഡൻസിന് ഓർമ്മയിൽ ഉണ്ടായിരിക്കും അല്ലെ. ഇപ്പൊ നമ്മളൊരു സിനിമയായിട്ട് കാണിച്ചു കൊടുത്തപ്പോൾ ഒരു ഫിലിമായിട്ട് നമ്മളൊരു സ്റ്റോറി കാണിച്ചു കൊടുത്തെങ്കിൽ ആ ഒരു കാര്യം കുറേ നാളത്തേക്ക് അവരുടെ മനസ്സിലുണ്ടായിരിക്കും അല്ലെ. അപ്പൊ അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ടീച്ചിങ് എയ്ഡ് ഹെൽപ്പ് ഇൻ എൻഗേജിങ് സ്റ്റുഡൻസിനെ എൻഗേജ് ചെയ്തിട്ട് ഇരുത്താൻ വേണ്ടിയിട്ട് അവർ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇരിക്കും ടീച്ചിങ് എയ്ഡ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അതുപോലെ ടീച്ചിങ് എയ്ഡ് ബ്രേക്ക് ദ മോണോട്ടോണി ഓഫ് ലെക്ചേഴ്സ്. നമ്മളിപ്പോൾ പറഞ്ഞു ചില ക്ലാസ്സുകൾ എന്ന് പറയുമ്പോൾ തിയറി ക്ലാസ് ഒക്കെ ആണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ബോറടിക്കും അല്ലേ. അപ്പോൾ ടീച്ചിങ് എയ്ഡ്സ് ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആക്കാൻ പറ്റും ക്ലാസ്. അതുപോലെ തന്നെ ടീച്ചിങ് യൂസിങ് എൻ എയ്ഡ് ഇൻവോൾവ് സൈമൾട്ടേനിയസ് യൂസ് ഓഫ് മൾട്ടിപ്പിൾ സെൻസസ്. നമ്മളിപ്പോൾ പറഞ്ഞതിൽ തന്നെ ഉണ്ടായിരുന്നു ഓഡിയോ എയ്ഡ്സ് ഉണ്ട്, ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് ഉണ്ട്. അങ്ങനെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള സെൻസസ് യൂസ് ചെയ്യുമ്പോൾ ആ ഒരു കാര്യം സ്റ്റുഡൻസിന് കുറച്ചും കൂടി ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എക്സ്പേർട്സ് ക്യാൻ ബി ബ്രോട്ട് ടു ക്ലാസ്. അതായത് ഇപ്പൊ നമ്മൾ വീഡിയോ അല്ലെങ്കിൽ വീഡിയോ കോൺഫറൻസിംഗ് ഒക്കെ വഴി എക്സ്പേർട്സിനെ നമുക്ക് ക്ലാസ്സിൽ കൊണ്ടുവന്നിട്ട് കാണിക്കാൻ പറ്റും. അതായത് നേരിട്ട് വരാൻ സാധിക്കാത്ത ആളുകളെ നമുക്കിപ്പോൾ വീഡിയോ കോൺഫറൻസിംഗ് ഒക്കെ വഴി എക്സ്പേർട്സിനെ ക്ലാസ് റൂം സ്റ്റുഡൻസിന് കാണിച്ചു കൊടുത്തിട്ട് അവർ പറയുന്ന കാര്യങ്ങൾ അല്ലെ അങ്ങനെ ക്ലാസ് എടുപ്പിക്കാൻ സാധിക്കും അല്ലെ. അപ്പൊ അത് നല്ലൊരു ടീച്ചിങ് എയ്ഡ് ആണ് സ്റ്റുഡൻസിന്റെ കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ടീച്ചിങ് എയ്ഡ്സ് മോട്ടിവേറ്റ് സ്റ്റുഡൻസ് ഫോർ ബെറ്റർ ലേണിംഗ്. ടീച്ചിങ് എയ്ഡ്സ് സ്റ്റുഡൻസിനെ നന്നായി മോട്ടിവേറ്റ് ചെയ്യും, അവരെ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആക്കി വെക്കാൻ വേണ്ടി സഹായിക്കും. സ്റ്റുഡൻസ് ഡോണ്ട് നീഡ് ടു മെമ്മറൈസ് ഓർ ലേൺ ബൈ റോട്ട്. അതായത് കാണാതെ പഠിക്കേണ്ട ആവശ്യം വരുന്നില്ല, മനസ്സിലായോ. ടീച്ചിങ് എയ്ഡ്സ് യൂസ് ചെയ്യുന്ന വഴി മനസ്സിലാക്കിയിട്ടാണ് പഠിക്കുന്നത് കാര്യങ്ങൾ. ടീച്ചിങ് എയ്ഡ്സ് എൻകറേജ് ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഓഫ് സ്റ്റുഡൻസ്. അതുപോലെ ദീസ് ഇൻക്രീസസ് ആൻഡ് റീഇൻഫോഴ്സ് ലേണിംഗ്. അപ്പോൾ ഇത് സ്റ്റുഡൻസിന് വളരെ ഹെൽപ്ഫുൾ ആണ് ടീച്ചിങ് എയ്ഡ്സ് എന്ന് പറയുന്നത്. അവരെ നന്നായിട്ട് അവർക്ക് ക്ലാസ് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആവാനും കാര്യങ്ങൾ കുറേ നാളത്തേക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനും അത് കുറേ നാളത്തേക്ക് ഓർത്തു വെക്കാനും ടീച്ചിങ് എയ്ഡ്സ് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് ടീച്ചിങ് എയ്ഡ്സിന്റെ. ഇനി ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഇഫക്റ്റീവ്നെസ് ഓഫ് ടീച്ചിങ് സപ്പോർട്ടിംഗ് സിസ്റ്റം ആണ്. അതായത് നമ്മൾക്കറിയാം ടീച്ചിങ് എയ്ഡ്സ് യൂസ് ചെയ്യുന്നത് നല്ലതാണെന്ന് നമ്മൾ പറഞ്ഞു. പക്ഷെ ടീച്ചിങ് എയ്ഡ്സ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമേ അത് ആ ഒരു നമ്മൾ ടീച്ചിങ് എയ്ഡ് യൂസ് ചെയ്തു ക്ലാസ് ഇഫക്റ്റീവ് ആവണല്ലോ. അപ്പൊ അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാ വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ചോയ്സ് ആണ്. നമ്മൾ ടീച്ചിങ് എയ്ഡ് ചൂസ് ചെയ്യുമ്പോൾ അത് എന്താ പറയുക വളരെ നോക്കി വേണം സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പൊ നമ്മളിപ്പോൾ ടീച്ചർ ക്ലാസ്സിലേക്ക് PPT ഉണ്ടാക്കി കൊണ്ടുവന്നു, പക്ഷെ ഇപ്പൊ അവിടെ പ്രൊജക്ടറോ അങ്ങനത്തെ ഒരു ഫെസിലിറ്റി അവൈലബിൾ അല്ലാത്തൊരു സ്ഥലത്തേക്ക് അത് കൊണ്ടുവന്നിട്ട് കാര്യമില്ല അല്ലെ. ലാപ്ടോപ്പിലുള്ളൊരു ഇത് ഒരുപാട് കുട്ടികൾക്ക് അത് കാണിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കില്ല. അപ്പൊ നമ്മൾ ടീച്ചിങ് എയ്ഡ് ചൂസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ചു വേണം ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ സിംപ്ലിസിറ്റി, എപ്പോഴും സിമ്പിൾ ആയിട്ടുള്ള ടീച്ചിങ് എയ്ഡ്സ് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. അവൈലബിലിറ്റി ഓഫ് റിസോഴ്സസ് നോക്കണം. നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എന്തൊക്കെ റിസോഴ്സസിന്റെ അവൈലബിലിറ്റി ഉണ്ട് നോക്കി വേണം ടീച്ചിങ് എയ്ഡ് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. റെലവൻസ് നോക്കണം. അതായത് ഇപ്പോൾ നമ്മൾ എന്താ പറയാ മാത്സിന്റെ ക്ലാസ് എടുക്കുന്ന ടൈമിൽ നമുക്ക് മാപ്പും അതുപോലെ ഗ്ലോബിന്റെ ഒന്നും ആവശ്യമില്ല അല്ലെ. അപ്പൊ നമ്മൾ ഓരോന്നിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയിട്ട് വേണം ടീച്ചിങ് എയ്ഡ് ചൂസ് ചെയ്യാൻ. വിസിബിലിറ്റി നോക്കണം. അതായത് ക്ലാസ്സിൽ എത്രത്തോളം സ്റ്റുഡൻസ് ഉണ്ട്, എല്ലാവർക്കും വിസിബിൾ അല്ലേ, അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് വേണം ടീച്ചിങ് എയ്ഡ് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ ടൈംലിനെസ്, കറക്റ്റ് ടൈമിൽ കറക്റ്റ് ആയിട്ടുള്ള ടീച്ചിങ് എയ്ഡ് അവൈലബിൾ ആവണം. ഫ്ലെക്സിബിലിറ്റി, അതായത് നമുക്കറിയാം സ്റ്റുഡൻസ് ഓരോ ക്ലാസ്സിലെ സ്റ്റുഡൻസ് പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കും. ഒരു ക്ലാസ്സിൽ നമ്മൾ യൂസ് ചെയ്ത ഒരു ടീച്ചിങ് എയ്ഡ് മറ്റൊരു ക്ലാസ്സിൽ ഇഫക്റ്റീവ് ആവണമെന്നില്ല. അപ്പൊ സ്റ്റുഡൻസിനെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ടീച്ചിങ് എയ്ഡ് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ഫ്ലെക്സിബിൾ ആക്കണം എന്നാണ് പറയുന്നത്. പിന്നെ കോഴ്സ് എന്നുള്ള ഒരു എലമെന്റ് നോക്കണം. അതുപോലെ അട്രാക്റ്റീവ് ആയിരിക്കണം. ഓക്കെ, അപ്പൊ ഇത്രയും ഫാക്ടേഴ്സ് ആണ് നമ്മൾ ടീച്ചിങ് സപ്പോർട്ടിംഗ് സിസ്റ്റം അല്ലെങ്കിൽ ടീച്ചിങ് എയ്ഡ് ചൂസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ടീച്ചിങ് എയ്ഡ്സോ ടീച്ചിങ് സപ്പോർട്ടിംഗ് സിസ്റ്റത്തിനെ പറ്റി പറയാനായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ലേണേഴ്സ്.